ഓട്ടിസം മാറുമോ? കാരണം എല്ലാവരുടെയും ധാരണ ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ അല്ലേ, അത് ജന്മനാ ഉള്ളതല്ലേ, ഇത് മാറ്റം വരാൻ സാധിക്കുമോ? ഇതാണ് ആദ്യത്തെ ചോദ്യമുള്ളത്. ഇതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഇത് ന്യൂറോളജിക്കൽ കണ്ടീഷൻ അല്ല എന്നും ഇത് ജനറ്റിക് അല്ല എന്നും നമുക്ക് ഒരു ബോധ്യം ഉണ്ടാവുക. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് നമ്മൾ സ്കൂള് നടത്തുന്നത്. കാരണം ഇത് മാറില്ല എന്ന് തോന്നലുണ്ടായിരുന്നുവെങ്കിൽ സ്കൂൾ നടത്തി ആ കുട്ടികളെ നോർമൽ സ്കൂളിലേക്ക് ഇരുത്താനായിട്ടുള്ള ശ്രമം പോലും ഉണ്ടാവില്ല. അപ്പൊ ഇത് സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്നത്, ഞാൻ പറയുന്നത് ഓട്ടിസം ADHD എന്ന് പറയുന്ന രണ്ട് കണ്ടീഷനാണ്. അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഓട്ടിസം, എന്തല്ല ഓട്ടിസം. കാരണം പലപ്പോഴും ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഓട്ടിസം ഇല്ല, ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാം അവന്റെ മുഖമൊക്കെ ഒരു വ്യത്യാസമുണ്ട്, അവന് നടക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് പറയുക. പക്ഷെ ഇതൊന്നും ഓട്ടിസം ആയിട്ടുള്ള ലക്ഷണമല്ല. ഇത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. പല പ്രമുഖ വ്യക്തികളും സ്റ്റേജ് ഷോകളിൽ കാണിക്കുന്ന ഓട്ടിസം കുട്ടി പാട്ട് പാടുന്നു, ഓട്ടിസം കുട്ടി ഡാൻസ് ചെയ്യുന്നു, ഓട്ടിസം കുട്ടിക്ക് എന്തോ ഒരു കഴിവുണ്ട് എന്നുള്ള ഒരു 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 ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെയും വീഡിയോസ് എടുത്ത് നോക്കിയാൽ, പക്ഷെ ഇതൊന്നും ഒരു ഓട്ടിസം കേസ് അല്ല. പ്യുവർ ഓട്ടിസം കേസിന് ഒരിക്കലും ഒരു ഒരു ധൃതി കോൺസെപ്റ്റ് എന്ന് പറയും. നമ്മുടെ മനസ്സിന്റെ 3 കഴിവുകളാണ്. ഒന്ന് ധീ, ധൃതി, സ്മൃതി. 3 സംസ്കൃത വാക്കുകളാണ്. ധീ എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റി, രണ്ടാമത്തത് ധൃതി, അത് ഞാൻ പറഞ്ഞു തരാം, മൂന്നാമത്തത് സ്മൃതി, മെമ്മറി എന്ന് പറയും. ഈ ഓട്ടിസം ഉള്ള കുട്ടിക്ക് ഇന്റലക്റ്റും നല്ല ഇൻടാക്റ്റ് ആയിരിക്കും, മെമ്മറിയും ഇൻടാക്റ്റ് ആയിരിക്കും. അതായത് ധീയും നല്ലതായിരിക്കും, സ്മൃതിയും നല്ലതായിരിക്കും. ഇവർക്ക് ഡിലേ വരുന്നത് നടുക്കുള്ള സാധനമാണ് ധൃതി. ധൃതി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇന്റലക്റ്റും മെമ്മറിയും എവിടെ ഉപയോഗിക്കണം എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താ? കുട്ടിക്ക് വീണ്ടും ബുദ്ധി കൂടാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ബുദ്ധി കൂടിയാൽ എന്താ പറ്റുക? വീണ്ടും ഇന്റലക്റ്റും മെമ്മറിയാണ് കൂടുക. അപ്പൊ ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്, ഈ ധൃതി കോൺസെപ്റ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴേ നമുക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് മാറ്റാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഈ സെറിബ്രൽ പാൽസി, അതുപോലെ തന്നെ മെന്റൽ റിട്ടാർഡേഷൻ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കാണിച്ചുകൊണ്ടാണ് പലരും ഇത് ഓട്ടിസം ആണ് എന്ന് പറയുന്നത്. ആ അവസ്ഥകൾക്ക് വലിയ മാറ്റം ഉണ്ടാവില്ല. ഏത് മെന്റൽ റിട്ടാർഡേഷൻ, അതുപോലെ തന്നെ സെറിബ്രൽ പാൽസി. അപ്പൊ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആണ്. അതൊരു സ്ട്രക്ചറലോ അനാറ്റമിക്കലോ ആയിട്ടുള്ള ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളല്ല എന്നുള്ളത്. അത് പറയാൻ കാരണം 99% കേസും നമുക്ക് വരുന്നത് 2 വയസ്സ് 2.5 വയസ്സ് വരെ ആ കുട്ടി ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. വിളിച്ചാൽ വിളി കേൾക്കുമായിരുന്നു, കണ്ണിന് നോക്കുമായിരുന്നു, കളിക്കുമായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ പോസിറ്റീവ് ഫാക്ടർ ഗട്ട് ഫ്ലോറയിൽ വരുന്ന, അതായത് നമ്മുടെ ഗട്ട് മൈക്രോബ്സിന്റെ എണ്ണത്തിൽ വരുന്ന കുറവ് സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോറിൻ ബോഡി കയറിയാൽ അത് ഗട്ടിനെ ബാധിക്കുകയും അത് ബ്രെയിനിനെ എഫക്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ഗട്ട് ബ്രെയിൻ തിയറി എന്ന് പറയുന്നത്.